മഴയത്തൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ. ഇന്നും ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കൊച്ചിയിൽ. അതെ, രാത്രി മഴയുണ്ടായിരുന്നു. വെള്ളക്കെട്ടൊന്നും രൂപപ്പെട്ടിട്ടില്ല. കൊച്ചിയാകുമ്പോൾ നമ്മൾ അതാണല്ലോ പെട്ടെന്ന് പ്രതീക്ഷിക്കും. വാർത്താമഴയും ഉണ്ട്. നമുക്ക് പത്രത്തിലെ വാർത്താമഴയൊന്ന് നോക്കി വരാം. ശരി, അപ്പോൾ നമുക്ക് പത്രവാർത്തകളിൽ ആദ്യം തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നിപ്പോൾ പ്രധാന വാർത്തയായി വിവിധ പത്രങ്ങൾ നൽകിയിരിക്കുന്നത് വിവിധ വാർത്തകളാണ് എന്ന് തോന്നുന്നു. എങ്കിലും വഴിക്കടവിലുണ്ടായ അനന്തുവിന്റെ മരണം വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായി മനോരമ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്ക് സർക്കാർ തുണ എന്ന തലക്കെട്ടിൽ ആ അപകടത്തെ തുടർന്ന് കമ്പനിക്കെതിരെ അതല്ലെങ്കിൽ ആ കപ്പലിനെതിരെ ക്രിമിനൽ കേസ് ഉടൻ വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ കൈകാര്യം ചെയ്യുന്നത്. ഈ തീരുമാനമെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിലാണ്. കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി ഏറെ അടുപ്പമാണ് എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ പറയുന്നത്. കേരള തീരത്ത് MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് മെയ് 29 മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗം തീരുമാനിച്ചതിന്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ 2010 ഓഗസ്റ്റിൽ കൂട്ടിയിടിയെ തുടർന്ന് MSC ചിത്ര എന്ന കപ്പലിൽ നിന്ന് എണ്ണ ചോർന്നപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പിറ്റേന്ന് കമ്പനിക്കെതിരെ പോലീസിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമായിരുന്നു കേസ്. സമാനമായ കേസ് കേരളത്തിലും വേണമെങ്കിൽ ചുമത്താമായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ കമ്പനിയെ ക്രിമിനൽ കേസിലേക്ക് വലിച്ചിഴയ്ക്കാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ക്ലെയിം വഴി മാത്രം പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ എന്നാണ് പത്രം പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട വാർത്തയെ മനോരമ നൽകുന്നത്. മാതൃഭൂമി ലീഡ് നമ്മുടെ വിദ്യാർത്ഥിയുടെ മരണം തന്നെയാണ്. മരണക്കെണി എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. വഴിക്കടവിൽ നടന്ന സംഭവം. വഴിക്കടവിൽ കാട്ടുപന്നിയെ പിടിക്കാൻ അനധികൃതമായി ഒരുക്കിയ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വൈകാരികമായ ഒരു ചിത്രവും അതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ മെയ്തേ നേതാവിന്റെ അറസ്റ്റ് മണിപ്പൂരിൽ സംഘർഷം പടരുന്നു എന്ന വാർത്തയുണ്ട്. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായി നേരത്തെ മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്ന പന്നിക്കിണിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ എന്ന തലക്കെട്ടാണ് ദേശാഭിമാനി നൽകുന്നത്. പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണം, കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ, രാഷ്ട്രീയ ഗൂഢാലോചന പൊളിഞ്ഞു, അന്വേഷണം ക്രൈംബ്രാഞ്ചിന്, ദാരുണ സംഭവവും UDF-ന് രാഷ്ട്രീയായുധമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞതും പത്രം ആദ്യ പേജിൽ തന്നെ ക്യാരി ചെയ്യുന്നുണ്ട്. വഴിക്കടവിൽ പന്നിവേട്ടയ്ക്ക് സ്ഥാപിച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. കെണിവെച്ച വഴിക്കടവ് പുത്തരിപ്പാടം നമ്പ്യാടൻ വിനീഷാണ് അറസ്റ്റിലായത്. മണിമൂളി ക്രൈസ്റ്റ് കിങ് സ്കൂൾ വിദ്യാർത്ഥി വഴിക്കടവ് വെള്ളക്കെട്ട ആട്ടി ആമാടൻ അനന്തുവാണ് മരിച്ചത്. പ്രതി കോൺഗ്രസുകാരനെന്ന വിവരം പുറത്തു വന്നതോടെ മുതലെടുപ്പിനുള്ള UDF ശ്രമം പൊലിഞ്ഞു എന്നാണ് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൂഢാലോചനയുണ്ടെന്ന് സംശയം എന്ന മന്ത്രി പറഞ്ഞ വാർത്ത കൂടി പത്രം ആദ്യ പേജിൽ തന്നെ ക്യാരി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ശ്രദ്ധേയമായൊരു വാർത്തയുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്ര ചൊവ്വാഴ്ച ആണ്. അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് 5:52 ശുക്ലയടക്കം 4 പേരുമായി ഫാൽക്കൺ 9 റോക്കറ്റ് കുതിക്കും. സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റു തടസ്സങ്ങളോ ഉണ്ടായാൽ ദൗത്യം മറ്റൊരു ദിവസത്തേക്ക് നീട്ടും. കഴിഞ്ഞ 8-ന് നിശ്ചയിച്ച ദൗത്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നമുക്ക് ശുഭാംശു ശുക്ലയ്ക്ക് നേരാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിമാനിയിൽ തന്നെയുള്ളത് സ്റ്റാർലിങ്കിൽ കേന്ദ്ര നടപടി ദുരൂഹം, മസ്കിന് വഴിയൊരുക്കാൻ സ്പെക്ട്രം ലേലം അട്ടിമറിച്ചു എന്നൊരു വാർത്ത കൂടി ദേശാഭിമാനി ആദ്യത്തെ പേജിൽ നൽകുന്നുണ്ട്. ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ മെയ്തേ ഗ്രൂപ്പ് ഇന്നലെ വീണ്ടും മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ടുണ്ട്. മെയ്തേ ഗ്രൂപ്പ് ലീഡർ ഹെൽഡ് വയലൻസ് ഇറപ്റ്റ്സ് ഇൻ മണിപ്പൂരിൽ മെയ്തേ ഗ്രൂപ്പിലെ നേതാവായ അരംബൈ തെങ്കോലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കലാപമാണ് ഇപ്പോൾ മണിപ്പൂരിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്കു ശേഷം എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തെ 2023 കലാപങ്ങളുടെ പങ്കാളിയായി എന്ന പേരിലാണ് CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CBI says government claims ban orders following clashes. എന്തായാലും മെയ്തേ ഔട്ട്ഫിറ്റ് ഇമ്പോസ് ഷട്ട് ഡൗൺ ഇൻ 5 വാലി ഡിസ്ട്രിക്ട്സ് ഇൻ ദ സ്റ്റേറ്റ്. 5 ജില്ലകളിൽ വലിയ പ്രശ്നമാണ് എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മണിപ്പൂരിൽ ഒരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും കലാപ സാധ്യതയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മറ്റു പ്രധാനപ്പെട്ട മാതൃഭൂമിയുടെ ഉൾപേജിൽ ഒരു വാർത്തയുണ്ട്. നമ്മുടെ വൈദ്യുതി ഉപഭോഗം
90 ദശലക്ഷം യൂണിറ്റ് തൊട്ടു എന്നാണ്. കേരളത്തിന് ഗ്രിഡ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 90 ദശലക്ഷം യൂണിറ്റ് തൊട്ടു. മൺസൂൺ ദുർബലമായതോടെ വേനൽക്കാലത്തിന് തുല്യമായാണ് വൈദ്യുതി ഉപഭോഗം ഉയരുന്നത്. അതായത് ഈ കാലവർഷക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഫാൻ ഇടേണ്ട സാഹചര്യം ഇല്ല നോർമലി. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. 2-3 ദിവസങ്ങളിൽ വേനലിന് സമാനമായ വെയിലും ചൂടുമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇനിയിപ്പോ അങ്ങോട്ട് തണുപ്പ് വരുമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതാണ്. പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഉഷാറാണല്ലോ കാര്യങ്ങളൊക്കെ. തീർച്ചയായും. എന്താ പരിപാടി റോഷി? ഇനിയിപ്പോ ചായ, ഇവിടെ കാപ്പിയല്ലേ? ഇവിടെ കാപ്പി.